ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മിക്സി ഉപയോഗിച്ച് വിപ്പിംഗ് ക്രീമിൽ നിന്നും നല്ല സ്റ്റിഫായിട്ടുള്ള വിപ്ഡ് ക്രീം എങ്ങനെ റെഡിയാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ അതിനായി ഉപയോഗിക്കുന്നത് മാക്ടോപ്പ് ബ്രാൻഡാണ്. അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടി ഏത് ബ്രാൻഡ് ഉപയോഗിക്കുന്നതിനും കുഴപ്പമില്ല. നമ്മുടെ വിപ്പിംഗ് ക്രീം നല്ല തണുപ്പായിരിക്കണം. വിപ്പിംഗ് ക്രീം സാധാരണ സൂക്ഷിക്കേണ്ടത് ഫ്രീസറിലാണ്. അത് ഉപയോഗിക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് താഴെ നോർമൽ തണുപ്പിൽ വെച്ചാൽ മതി. ഈ ഒരു പാക്കറ്റൊന്നും നമുക്ക് ആവശ്യം വരില്ല. അപ്പോൾ ഇതൊന്ന് ഓപ്പൺ ചെയ്താൽ 1-2 മാസം വരെ കേട് കൂടാതെ നമുക്ക് ഫ്രീസറിൽ സൂക്ഷിക്കാം. എങ്ങനെയെന്ന് വെച്ചാൽ കട്ട് ചെയ്ത ഭാഗം സെല്ലോ ടാപ്പിൽ നല്ല ടൈറ്റായിട്ട് കവർ ചെയ്തിട്ട് വെച്ചാൽ മതി. വിപ്പിംഗ് ക്രീം അടിച്ചെടുക്കുന്നതിന് 4 മണിക്കൂർ മുമ്പ് ജാറ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കണം. ജാറ് നന്നായി തണുത്താൽ മാത്രമേ നമുക്ക് വിപ്പിംഗ് ക്രീം പെട്ടെന്ന് റെഡിയായിട്ട് കിട്ടുള്ളൂ. ഇനി നമുക്ക് ക്രീം ഒന്ന് അടിച്ചെടുക്കാം. അതിനായി ഞാൻ 1 കപ്പ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. രണ്ട് 3 മിനിറ്റിൻ്റെ ഉള്ളിൽ നമ്മുടെ ക്രീം ചെറുതായിട്ട് സ്റ്റിഫായി കിട്ടും. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. നമ്മുടെ ക്രീം ചെറുതായിട്ട് സ്റ്റിഫായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ പൗഡേർഡ് ഷുഗറാണ് ആഡ് ആക്കുന്നത്. നിങ്ങളുടെ മധുരം അനുസരിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഹൈ സ്പീഡിലാക്കി അടിച്ചെടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് നന്നായി അടിച്ചെടുക്കാം. നമ്മുടെ ക്രീം നല്ല സ്റ്റിഫായിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലതാ, താഴോട്ടൊന്നും വീഴുന്നില്ല. ഇതൊന്ന് സെറ്റ് ആവാൻ വേണ്ടി അരമണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു. നമ്മുടെ ക്രീം നന്നായി സെറ്റായിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ ചെയ്യാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. എങ്കിലേ തുടർന്നുള്ള വീഡിയോസ് നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റൂ. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.